ഓശാന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു എന്താ പറയുക നല്ലൊരു അനുഭൂതിയാണ്. കാരണം വെക്കേഷനാവും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും. ഏഹ് അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് തങ്ങുന്ന ഒരു ദിവസം. അതുപോലെ തന്നെ എന്താ പറയുക വലിയ ആഴ്ചയുടെ ഒരു ആരംഭം തന്നെയാണ് ഓശാനയ്ക്ക് കിട്ടുന്ന ഈ കുരുത്തോല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയി ഞാൻ വീണ്ടും അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മേമയുടെ പിള്ളേർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് കൂടി ഇങ്ങനെ കളിക്കും. അപ്പോൾ കളിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഓല എന്താവും ഉണങ്ങൂല്ലേ. ഈ ഓല ഉണങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെ അപ്പാപ്പൻ എന്ത് ചെയ്യും, ഈ ഓല ഇങ്ങനെ ചീന്തിയെടുക്കും. ഞാൻ വിചാരിക്കും എന്തിനാ സംഭവം ചീന്തിയെടുക്കണേന്ന്. അപ്പോൾ ഈ ഓല ചീന്തിയെടുത്തിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ നെയ്തിട്ട് ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ കൈമലൊക്കെ കെട്ടിത്തരും. അതൊക്കെ നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. ഓശാന എന്നൊക്കെ പറയുമ്പോൾ ഈ കുരുത്തോലൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരിക. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അനുഭൂതിയും ഫീലാണ് കേട്ടോ അത്. പിന്നെ അത് കയ്യുമെന്ന് അഴിക്കാനേ തോന്നില്ല. അപ്പം അഴിഞ്ഞു വീഴുന്ന അങ്ങനെ കണ്ട സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും സംഭവം അഴിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അത് വീണ അടുത്തുനിന്ന് എടുത്തിട്ട് ഞാനത് കെട്ടി പരമാവധി കെട്ടും. നല്ലൊരു അനുഭൂതിയായിരുന്നു. ഒരു സംരക്ഷണ വലയം തന്നെയായിരുന്നു അത്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം തന്നെയാണ്. ഒരു ഓശാനയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം താങ്ക് യു.